ആക്രമണത്തെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആദ്യയെ ഇഡി അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കോൺഗ്രസ് ബി.ജെ.പി പാർട്ടികൾ രംഗത്തെത്തി. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയുടെ പ്രസ്താവനയെ തള്ളി AICC. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണം എന്നത് കോൺഗ്രസിന്റെ നയമല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. അത് പാർട്ടിയുടെ ദേശീയ നയമല്ല. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നയമല്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്ന അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് അവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പശ്ചിമബംഗാളിൽ മോദിയും ദീദിയും തമ്മിൽ ശക്തമായ ബന്ധമുള്ളതിനാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ BJPക്ക് ധൈര്യമില്ലെന്നായിരുന്നു അധീർ രഞ്ജൻ ചൌധരിയുടെ പരാമർശം. बंगाल में कानून और स्थिति की हालात दिन पे दिन बदतर होते जा रहे हैं. ये पहले भी हम कह चुके हैं, आज भी कह रहा हूं. लेकिन बीजेपी पार्टी वो भी चुप्पी साधे हैं. कुछ करने की उनका भी हिम्मत नहीं है, क्योंकि वो जानते हैं कि यहाँ आम लोगों के सामने भाषण देना आसान होते हैं, लेकिन मोदी जी को समझाना मुश्किल है. क्योंकि दीदी और मोदी जी के बाद भी अंदर की बात क्या होते हैं ना आम लोगों की पता चलते, ना हमें ना आपको पता चलते. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, തുടർച്ചയായി ഗവർണറുടെ മുന്നറിയിപ്പുകൾ, പക്ഷേ ചീഫ് സെക്രട്ടറിയോ ആഭ്യന്തര സെക്രട്ടറിയോ DGP ഒന്നും അദ്ദേഹം വിളിച്ചിട്ടും പോകുന്നില്ല. പരാതികളുടെ അടിസ്ഥാനത്തിൽ EDക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. അപ്പോൾ മമതാ സർക്കാർ ശക്തമായി പ്രതിരോധം തീർക്കാൻ തന്നെയാണോ തീരുമാനം? വേണു, തീർച്ചയായിട്ടും ഇന്നലെ നോർത്ത് 24 പർഗാനയിലുണ്ടായ സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഉയരുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രധാനമായും പശ്ചിമബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് തന്നെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് ഈ സംസ്ഥാനം അതിൻ്റെ സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടന പ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അത് താൻ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഗവർണർ ആനന്ദ് ബോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ ക്രമസമാധാന നില പാടെ തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പോലും അത്തരം കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. എന്നാൽ അതിന് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസ് ഘടകം വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളും തൃണമൂലിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം, ഒപ്പം തന്നെ ഈ ക്രമസമാധാനം പരിപാലിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയത് എന്നുള്ളതായിരുന്നു ഉയർത്തിയത്. ഇന്ന് തൊട്ടുപിന്നാലെ അധീർ രഞ്ജൻ ചൌധരി പ്രതികരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മോദിയും ദീദിയുമായി ശക്തമായ ബന്ധമാണുള്ളത്. അതാണ് ഈ രാഷ്ട്രപതി ഭരണം നടപ്പാക്കുന്നതിൽ ഈ BJP ധൈര്യപ്പെടാത്തത്. മണിപ്പൂരിലും അത്തരത്തിലൊന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതിനെ അധീർ രഞ്ജൻ ചൌധരിയുടെ ആ ഒരു പ്രസ്താവനയും ദേശീയ നേതൃത്വം തള്ളുകയാണ് ഉണ്ടായത്. KC വേണുഗോപാൽ, ഈ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് കോൺഗ്രസിന് അത്തരമൊരു നയമില്ല, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നൊരു നയമില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. BJPയും തൃണമൂലിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. അതേസമയത്ത് ED അവരുടേതായ നടപടികൾ കടുപ്പിക്കുകയാണ്. നിലവിൽ ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ED മറ്റിടങ്ങളിൽ ഈ പരിശോധന നടത്തുന്ന സമയത്ത് കേന്ദ്ര സേനകളുടെ സഹായം ഇതിനായി തേടാം. കൂടുതൽ സേനയെ EDക്കൊപ്പം നിയോഗിക്കുമെന്നുള്ളതും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ED ഷാജഹാൻ ഷെയ്ഖിന്റെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇന്നലെ EDക്ക് നേരെ ആക്രമണമുണ്ടായതിന് പിന്നാലെയാണ് ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ആ ലുക്കൌട്ട് നോട്ടീസ് വിമാനത്താവളങ്ങൾക്കും BSFനും ED കൈമാറിയിട്ടുണ്ട്. അങ്ങനെ കർശനമായ നടപടിയിലേക്ക് ED കടന്നിരിക്കുന്നു. ഒപ്പം പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആക്രമണത്തിൽ ആരൊക്കെയാണോ പങ്കാളികളായിട്ടുള്ളത് അവരെല്ലാം കണ്ടെത്തുവാനുള്ള തിരിച്ചറിയൽ പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഈ EDയുടെ ഭാഗത്തു നിന്ന് കർശന നടപടിയിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ തൃണമൂലിനെ പ്രതിക്കൂട്ടിലാക്കി വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും സംസ്ഥാനത്ത് ഉടലെടുക്കുന്നുണ്ട്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.